അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഇന്ന് പോയത് പത്മനാഭ പാലസിലാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അന്ന് അവിടെ ഓണമൊക്കെ ആയിരുന്നോണ്ട് അവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയനും കൂടെ നല്ലോണം അവിടെ നിന്ന് ചില്ല് ചെയ്തു. നമ്മളവിടെ ആദ്യം കയറി തന്നെ പത്മനാഭപുരം പാലസിലേക്കായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടി. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്ത് വെച്ചത് മസ്റ്റാണ്. അവിടെ നല്ല സീനറിയൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം പോകുമ്പോൾ നിനക്ക് മനസ്സിലാവും. അവിടെ ഓണമൊക്കെ ആണ്. നല്ല രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടി. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ അവിടെ ഒരു തൂക്ക് വിളക്ക് കാണാൻ പറ്റും. അതിന് തൊടാനൊന്നും പാടില്ല നമുക്ക്. അതിനുശേഷം നമ്മൾ രാജാവിൻ്റെ കസേരയാണ് കണ്ടത്. നല്ല രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ കണ്ടത് രാജാവിൻ്റെ ഗ്രാനൈറ്റ് ഇട്ട കട്ടിലായിരുന്നു. അതിനുശേഷം ഓണവില്ലാണ്. പല പല രാജാക്കന്മാർ രാജാവിന് സമ്മാനമായിട്ട് കൊടുത്തതാണ്. ഇത് രാജാവിൻ്റെ കോൺഫറൻസ് ഹാളാണ്. അങ്ങ് അറ്റത്തിരിക്കണ പച്ച കുഷ്യനുള്ളതാണ് രാജാവിരിക്കുന്ന സ്ഥലം. ഇത് പിന്നെ ഊട്ടുപുരിയാണ്, എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് കഴിക്കണ സ്ഥലം. ഇത് കിളിവാതിലാണ്. ഒരു കൊച്ചു വാതിലൊരു തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് പോകണം. നല്ല സീനറിയാണ് അവിടെ കാണാൻ വേണ്ടി. നല്ല രസമാണ്. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ നല്ലോണം ചില്ല് ചെയ്തു അവിടെ ഇരുന്നിട്ട്. അതിനുശേഷം നമ്മൾ പോയൊരു മ്യൂസിയത്തിലേക്കായിരുന്നു. അതിന് മുമ്പേ ഇവിടെ ഉള്ള മിക്ക സ്ഥലങ്ങളും നമുക്ക് പരിചയമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴിൻ്റെ പല സീനുകളും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് പല ആൾക്കാരും ഡാൻസ് കളിക്കുന്ന സ്ഥലമൊക്കെയാണെന്നാണ് അവിടുത്തെ ഗൈഡുകളൊക്കെ പറഞ്ഞ്. നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറിയപ്പോൾ വാളും പാരിജയൊക്കെ കണ്ടു. കുറേ ശില്പങ്ങളും പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കി ആൾക്കാരൊക്കെ കാണിക്കുന്നതാണ്. ശില്പങ്ങളും പ്രതിമകളൊക്കെ ഉണ്ടാക്കിയ വുഡും കല്ലുകളൊക്കെ വെച്ചാൽ നല്ല രസമാണ് കാണാൻ. അതിനുശേഷം നമ്മൾ താളി ഓലകൾ വെച്ച് എഴുതിയൊക്കെ സാധനങ്ങൾ കണ്ടു. വേറെ വേറെ ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇതൊക്കെ ചുവർ ചിത്രങ്ങളാണ്. ഇത് കാണാൻ തന്നെ 6 ഏക്കറുണ്ട് കാണാൻ വേണ്ടി. നല്ല രസമാണ്. നിങ്ങളൊരു പ്രാവശ്യം മസ്റ്റായിട്ട് പോയി നോക്കണം. നല്ല സീനറിയാണ് ഗൈസ്. ഞാൻ വീണ്ടും പറയാണ്. പിന്നെ ഇതാ പാലസിൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.